ഹായ് ഫ്രണ്ട്സ്, മറ്റൊരാളുടെ ഫോണിൽ വരുന്ന ഫോൺ കോളുകൾ ലോകത്തിൻ്റെ ഏത് കോണിൽ വെച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഏതൊരു വ്യക്തിയുടെ ഫോണിലാണോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ആ ഒരു വ്യക്തിയുടെ കോൾ ഹിസ്റ്ററി, അതുപോലെ കോൾ റെക്കോർഡ്സ് എല്ലാം നിങ്ങൾക്ക് ലോകത്തിൻ്റെ എവിടെ വെച്ചും നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണുന്നതിന് മുമ്പ് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് മാത്രമായിട്ടാണ് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഒരിക്കലും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഞാനോ എൻ്റെ ഈ ചാനലോ ആയിരിക്കുന്നതല്ല എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മിസ്റ്റർ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനായിട്ട് താഴെ കൊടുത്ത ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മിസ്റ്റർ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഐക്കൺ കാണാൻ സാധിക്കില്ല. ഈ കാണുന്ന ബാക്കപ്പ് സർവീസ് എന്ന് പറയുന്ന നെയിമിലായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾക്കറിയാം, സ്പേ ആപ്പുകളെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫോണിൻ്റെ ഓണർക്ക് അത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ഐക്കൺ ചേഞ്ച് ആവാറുണ്ട്. അതുപോലെയാണ് ഈ കാണുന്ന ബാക്കപ്പ് സർവീസ് എന്ന് പറയുന്ന നെയിമിലായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ആയതിന് ശേഷം ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റിജക്റ്റ്, അക്സെപ്റ്റ് എന്നുണ്ട്. അക്സെപ്റ്റ് കൊടുക്കുക. നമ്മൾ അക്സെപ്റ്റ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാവുന്നത് ഇങ്ങനെയൊരു വിൻഡോ ആണ്. ഇതിൽ എൻ്റർ യുവർ ഇമെയിൽ എന്ന് പറയുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏത് ഇമെയിലേക്കാണ് കോൾ റെക്കോർഡ്സ് വരേണ്ടത് ആ ഒരു ഇമെയിലാണ് നിങ്ങൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്താക്കാണ് എൻ്റെ ഒരു ഇമെയിൽ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന ഈ ഒരു ഇമെയിലിലേക്കാണ് എനിക്ക് കോൾ റെക്കോർഡ്സ്, കോൾ ഹിസ്റ്ററി എല്ലാം വരിക. ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വരും. ഇതിന് ശേഷം നിങ്ങൾക്കറിയാം ഒരുപാട് പെർമിഷൻസ് ചോദിക്കുന്നതാണ്. എല്ലാം നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മളോട് ആവശ്യപ്പെട്ട പെർമിഷൻസ് എല്ലാം നമ്മൾ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് കിട്ടുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു വിൻഡോ ആണ്. അതിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ടൈപ്പ് ചെയ്ത ഇമെയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് സെൻഡ് ഫയൽസ് ഓവർ വൈഫൈ ഓൺലി എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് അൺടിക്ക് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് അവരുപയോഗിക്കുന്ന മൊബൈൽ ഡാറ്റയിലും വൈഫൈയിലും ഒരുപോലെ നമുക്ക് എന്താകണം, അവരുടെ റെക്കോർഡ്സ് ഷെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ നമ്മൾ അൺടിക്ക് ചെയ്ത് വെക്കുക. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് ആക്സസ് കോഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്ത് വെക്കാനും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കണമെങ്കിൽ ഡയൽ പാഡിൽ ഈ കാണുന്ന 1 2 3 4 5 6 എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 1 2 3 4 5 6ന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പറായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ 789957. ഓക്കെ, ഞാൻ ഈ ഒരു നമ്പറാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഓക്കെ അടിക്കുന്നു. കാരണം ഇനി എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ആക്കണമെങ്കിൽ ഞാൻ 759957 എന്ന് ടൈപ്പ് ചെയ്താൽ എനിക്ക് ഓപ്പണായി കിട്ടുന്നതാണ്. അതിൻ്റെ തൊട്ടേതായിട്ട് നിങ്ങൾക്ക് കാണാം ഹൈഡ് ഐക്കൺ എന്നുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ എക്സിറ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം ബാക്കപ്പ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോഴും ഇവിടെ ഷോ ആവുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എന്താക്കണമെന്ന് സെലക്ട് ചെയ്യാണ്. താഴെ കാണുന്നുണ്ടാവും ആപ്ലിക്കേഷൻ ഈസ് നോട്ട് ഇൻസ്റ്റാൾഡ്. അതോടൊപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈഡ് ആയതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കില്ല. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെയോ ആരെങ്കിലും ഒന്ന് കോൾ ചെയ്യും. അതല്ല എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നൊരു കസ്റ്റമർ കെയറിലേക്ക് കോൾ ചെയ്ത് കാണിച്ചു തരാം. مرحبا بكم في فودافون. اضغط الرقم 1 للاستمرار باللغة العربية. Welcome to Vodafone. To continue in English, press 2. വോഡഫോണിലേക്ക് സ്വാഗതം. മലയാളത്തിൽ തുടരാൻ 3 അമർത്തുക. ഇപ്പോൾ ക്യാൻസൽ ചെയ്തു. ഇനി ഞാൻ എൻ്റെ മെയിലൊന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാണ്. മെയിൽ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം നമുക്ക് പുതുതായിട്ടൊരു മെയിൽ വന്ന് കിടക്കുന്നത് കാണാം.
മെയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ലോഡിങ് കൊടുത്ത് 2 സെക്കൻഡ് നമുക്ക് വെയിറ്റ് ചെയ്യണം. 5:40 ലാസ്റ്റ് വന്നത് 5:40 ഇവിടെ 5:43 ടൈം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെയിൽ എത്തുന്നതാണ്. ഞാൻ തൊട്ട് മുൻപ് ചെയ്ത ഒരു കോൾ റെക്കോർഡിൻ്റെ ഹിസ്റ്ററിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ആരുടെ ഫോണിലെയും കോൾ റെക്കോർഡ് അല്ലെങ്കിൽ അവരുടെ കോൾ ഹിസ്റ്ററി, അതോടൊപ്പം ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അവർ ആ ടൈമിൽ എടുക്കുന്ന സംസാരിക്കുന്നത് ഏത് ഇടത്ത് നിന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോസെല്ലാം നമുക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നതാണ്. ചെറിയൊരു നെറ്റിൻ്റെ സ്ലോനെ കൊണ്ടാണ് ഈ ഒരു ലോഡിങ് വരുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് തൊട്ട് മുൻപ് വന്ന് ഈ ഒരു റെക്കോർഡ് എടുക്കുകയാണ്. ഇങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത വ്യക്തി കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു മെയിലാണ് കിട്ടുക. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ലിങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കിട്ടുക. അത് നിങ്ങൾ ഈ കാണുന്ന മോഡൽ നമ്പർ, ഏത് ഫോണിലാണ് ചെയ്തത് ആ ഫോണിൻ്റെ മോഡൽ നമ്പർ സെലക്ട് ചെയ്യാം. ഇത് ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത കോൾ ഹിസ്റ്ററിയും കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്യിപ്പിച്ച് കേൾപ്പിക്കാം. എൻ്റെ സുഹൃത്ത് തന്നെ വിളിച്ചതാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാട് കോൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടാവും ഇത്രയാണ് കണ്ടോ. ഇതുപോലെ അതായത് ഒരുപാട് ഹിസ്റ്ററി ഉണ്ടാവും. പ്രത്യേകിച്ച് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് 7 ദിവസത്തേക്ക് മാത്രമായിരിക്കും ഇതിൻ്റെ ഫ്രീ ആയിട്ടുള്ള ട്രയൽ വെർഷൻ ലഭിക്കുക. അതിനുശേഷമുള്ളതിന് നമ്മൾ പെയ്ഡ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ നിങ്ങൾക്ക് ആരുടെ ഫോണിലും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. അതോടൊപ്പം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.